ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലും കൂടാതെ മറ്റു സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. സ്ഥിര താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തൃശ്ശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ, ബസ് ക്ലീനർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. 13/6/2025 വെള്ളിയാഴ്ചയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അതാത് വിഭാഗത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പാളിന് മുൻപാകെ നിങ്ങളുടെ യോഗ്യത, പരിചയം, വയസ്സ്, വ്യക്തിവിവരം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളുമായി ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ ചുമതലയിൽ ഇടുക്കി ജില്ലയിലെ മറിയൂർ മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിൽ റെസിഡൻഷ്യൽ ടീച്ചർ തസ്തികയിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എന്നിവ സഹിതം 2025 ജൂൺ 23 വൈകുന്നേരം 5 മണിക്ക് മുൻപ് ലഭ്യമാകത്തക്ക രീതിയിൽ സാധാരണ തപാലിൽ അയക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം: സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ, കേരള മഹിളാ സമഗ്ര സൊസൈറ്റി, TC 20/1652, കൽപ്പന, കുഞ്ചാലുമൂട്, കരമന PO, തിരുവനന്തപുരം 695002. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത ബിരുദവും B.Edഉം ഉണ്ടായിരിക്കണം. പ്രായം 25 വയസ്സ് പൂർത്തിയാകണം. പ്രതിമാസ ഹോണറേറിയം 11,000 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിലേക്ക് റെസിഡൻഷ്യൽ ടീച്ചർ തസ്തികയിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം 2025 ജൂൺ 20 രാവിലെ 11 മണിക്ക് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കരമന കുഞ്ചാലുമൂട് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഓഫീസിൽ വെച്ച് നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബിരുദവും B.Edഉമാണ്. പ്രായം 25 വയസ്സ് പൂർത്തിയാകണം. പ്രതിമാസ ഹോണറേറിയം 11,000 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 047123486666. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജിന്റെ എൻഡോക്രൈനോളജി വിഭാഗത്തിന് കീഴിലുള്ള ICMR പ്രോജക്റ്റിലേക്ക് കരാറടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 3, പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 2 തസ്തികകളിലേക്കാണ് നിയമനം. +2 സയൻസും നഴ്സിംഗ് ഡിഗ്രിയും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും 3 വർഷത്തെ പരിചയം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ MSc ആണ് പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 3 തസ്തികയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. ICMR അല്ലെങ്കിൽ സർക്കാർ പദ്ധതിയിൽ 1 വർഷത്തെ പരിചയവും GCP സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അപേക്ഷകർ ജൂൺ 17 രാവിലെ 11 മണിക്ക് രേഖകളുമായി പ്രിൻസിപ്പളിന്റെ കാര്യാലയത്തിൽ ഹാജരാകണം. +2 സയൻസ്, MLT അല്ലെങ്കിൽ DMLT അല്ലെങ്കിൽ തത്തുല്യ ഡിപ്ലോമയും 5 വർഷത്തെ പരിചയമാണ് പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 2 തസ്തികയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 30 വയസ്സ് വരെയാണ്. അപേക്ഷകർ ജൂൺ 20 രാവിലെ 11 മണിക്ക് നിങ്ങളുടെ രേഖകളുമായി പ്രിൻസിപ്പളിന്റെ കാര്യാലയത്തിൽ ഹാജരാവണം. അടുത്തത് ആലപ്പുഴ ജില്ലയിലെ ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി ടീച്ചർ കെമിസ്ട്രി തസ്തികയിൽ ഭിന്നശേഷി കാഴ്ച പരിമിതർക്ക് സംവരണം ചെയ്തിരിക്കുന്ന സ്ഥിര ഒഴിവും നിലവിൽ വന്നിട്ടുണ്ട്. കാഴ്ച പരിമിതരുടെ അഭാവത്തിൽ മറ്റ് ഭിന്നശേഷി വിഭാഗക്കാരെ നിയമാനുസൃതം പരിഗണിക്കും. കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദവും 50% കുറയാത്ത മാർക്കുമാണ് യോഗ്യത വരുന്നത്. B.Edഉം സെറ്റും അല്ലെങ്കിൽ സമാന യോഗ്യതയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി 13 ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ അടുത്തുള്ള ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ നേരിട്ട് ഹാജരാവണം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിൽ നിന്നുള്ള NOC ഹാജരാക്കണം. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചർ, ജൂനിയർ അറബിക് പാർട്ട് ടൈം ടീച്ചർ, ഫുൾ ടൈം മീനിൽ എന്നീ തസ്തികകളിൽ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്.
ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 13 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ ഹാജരാവണം. അടുത്തത് വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതി ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള BSc MLT അല്ലെങ്കിൽ DMLTയും പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നേരിട്ടോ അല്ലെങ്കിൽ phcpadinyarathara@gmail.com എന്ന ഇമെയിൽ മുഖേന ജൂൺ 16 അപേക്ഷ നൽകണം. അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ ജൂൺ 18 രാവിലെ 11 മണിക്ക് പടിഞ്ഞാറത്തറ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. അടുത്തത് എറണാകുളം മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൈറോളജി ലാബിൽ 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത അംഗീകൃത ബോർഡിൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ മെട്രിക് അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ ആരോഗ്യ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 18,000 രൂപയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ ജൂൺ 19 രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രായം, യോഗ്യത, അനുഭവ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.